അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഗുരുകുലത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഗുരുകുലം വിടുക എന്ന് പറയുന്ന യുക്തിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിന് ഫിലോസോഫിക്കലായ ഒരു ബ്രേക്കും എനിക്കുണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നത് ഗുരുകുലത്തിൻ്റെ കൺവെൻഷന് ഒരു പേപ്പർ അവതരിപ്പിക്കാനായിട്ട്. അപ്പം ഗുരുകുലത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ലോകത്ത് നടക്കുന്ന പുത്തൻ അന്വേഷണങ്ങളും പുതിയ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള ഉണ്ടാകുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുകയും വായിച്ചിട്ട് അതിനൊക്കെ മറുപടി എഴുതണം, മറുപടി പറയണം എന്ന് പറയുന്ന ഒരു റോള് അതിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് കണ്ടെത്തിയിട്ടാണ് എനിക്ക് അപ്പം രണ്ട് കാര്യമാണ്. ഒന്ന്, ന്യൂറോ സയൻസ് ലോകത്തേക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഇൻട്രോഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ MRI എന്ന് പറയുന്ന സ്കാനൊക്കെ ഉണ്ടാകുകയും അപ്പോൾ നേരത്തെ മനസ്സിലാക്കുന്ന പോലെ അല്ലാതെ അകത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം, അതുവരെ നമ്മുടെ തലയ്ക്കകത്തേക്ക് കാണാൻ പറ്റുന്ന ഒന്നും തന്നെ ലോകത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വരുമ്പം ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളെയൊക്കെ പരിശോധിക്കാനും അറിയാനും ഒക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നത് കൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുസ്തകങ്ങളൊക്കെ ലോകത്തുണ്ടായി വരും. അപ്പോൾ സൈക്കോളജി തന്നെ പലതരത്തിൽ ഈ പറയുന്ന ആത്മീയ അനുഭവം എന്ന് നമ്മൾ പറയുന്നതിനെ ഒക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും അതിന് പുതിയ രീതിയിൽ അതിൻ്റെ വിശദീകരണങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന നിലവാരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ആ മേഖല, അതിനകത്തൊക്കെ ആളുകൾ തമ്മിൽ ഇൻട്രാക്റ്റീവായിട്ട് എങ്ങനെയാണ് ഈ ധാരണകളും ആന്തരികമായ ലോകങ്ങൾ രൂപപ്പെടുന്നതെന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഉണ്ടായിട്ട്. ഇതൊക്കെ പലതരത്തിലുള്ള ഫിലോസഫിയിൽ തന്നെ നേരത്തെ ഇല്ലാതിരിക്കുന്ന തരത്തിലുള്ള ഇൻസൈറ്റ്സ് ഈ സൈക്കോളജിയുടെ മേഖലയിലും ന്യൂറോ സയൻസിൻ്റെ മേഖലയിലും ഉണ്ടായി വരുന്നതിനോടൊപ്പമാണ് ഫിലോസോഫിക്കലായിട്ട് സയൻസ് എന്ന് പറയുന്ന അതുവരെ പോസിറ്റിവിസ്റ്റ് സയൻസ് എന്നൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. ഈ ലോകത്തിനെ പറ്റി എംപിരിക്കലായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് ആ തരത്തിലുള്ള ഫിലോസഫികളാണ് ഉപയോഗിക്കുന്നത്. അത് ലോകത്തിൻ്റെ മറുവശം സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെ അല്പം പോലും പരിഗണിക്കുന്നില്ല എന്നും, അങ്ങനെ സയൻസിന് ലോകത്തിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ അതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റായിരുന്നു അതുവരെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഈ പറയുന്ന രണ്ട് കണ്ണ് തിരിച്ചു വെച്ചതൊന്ന് സൈക്കോളജിക്കലായിട്ടുള്ള അനാലിസിസും അതിനോടൊപ്പം പുത്തൻ തിയറികളൊക്കെ ഉണ്ടായി വരുന്നതും, ഒപ്പം തന്നെ ഈ പറയുന്ന ബ്രെയിനിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളും മനസ്സിലാക്കലുകളും, അതേപോലെ തന്നെ ഈ സൈക്കഡലിക്കായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഈ ഹിപ്പികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകൾ, പുതിയതായിട്ടുള്ള ഇൻസൈറ്റ്സൊക്കെ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊക്കെയുള്ള ധാരണകൾ. അപ്പോൾ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായതാണോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം കൂടെ ഒന്നിച്ചാണ് ഈ 70കളിലും 80കളിലും ഒക്കെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഉണ്ടാകുന്നതിന് ഒപ്പമാണ് ഈ കാൾ പോപ്പറും ജോൺ സി എക്കിൾസും കൂടെ. ജോൺ സി എക്കിൾസ് എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്, പോപ്പർ ഒരു ഫിലോസഫറാണ്. അപ്പോൾ പോപ്പറാണ് ശരിക്കും പറഞ്ഞാൽ സയൻസിനെ എങ്ങനെയാണ് മറ്റുള്ള അറിവിനെ നിന്ന് ഭിന്നമായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഉണ്ടാക്കി തന്ന ഒരു ഫിലോസഫറാണ്. അപ്പോൾ ആ പോപ്പറും എക്കിൾസും കൂടെ എഴുതിയ ഈ പുസ്തകം ഒരു മൈൻഡ് ആൻഡ് ഇറ്റ് സെൽഫ് എന്നങ്ങനെ പറഞ്ഞ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം വായിച്ച് അതിനൊരു ക്രിട്ടിക്ക് വെക്കണം, അതിന് ഒരു മറുപടി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഈ പുസ്തകം എടുത്തു തരുന്നത്. അപ്പം ഞാൻ ഈ ഫ്രെയറിൻ്റെ പുസ്തകം വായിച്ച് ഓൾറെഡി സാമൂഹികമായ മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് ഗുരുകുലത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയമായി. ഒപ്പം തന്നെയാണ് ഈ പുസ്തകം വരുന്നത്. അപ്പോൾ ഇതിന് മറുപടി എഴുതാനായിട്ടാണ് എനിക്ക് തരുന്നതെങ്കിലും ആ പുസ്തകം എന്നെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആ പുസ്തകം വായിച്ച്, അപ്പോൾ ന്യൂറോ സയൻസിനകത്ത് അപ്പോൾ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു മേഖല, മനുഷ്യൻ്റെ ആത്മീയ അനുഭവങ്ങളെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലാണ് അതുവരെ നിന്നിരുന്നത്. പക്ഷേ ന്യൂറോ സയൻസിൻ്റെ മേഖലയിനകത്ത് ഇതിനെ സമാന്തരമായ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും.
ഈ വേദാന്തത്തിനകത്തോ അല്ലെങ്കിൽ ഉപനിഷത്തിനകത്തൊക്കെ ഇരുന്ന് ഋഷിമാരനുഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തിനെ കെമിസ്ട്രി ഉപയോഗിച്ചും ഫിസിക്കലായിട്ടുള്ള ലോകത്തിൻ്റെ റെസ്പോൺസസ് ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമെന്നും അതേപോലെ തന്നെ സൈക്കഡലിക്കായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഈ പറയുന്ന ബ്രെയിനകത്തുണ്ടാകുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പലതും അവരനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആൾക്കാർക്ക് വളരെ ഒരു ഇലക്ട്രോഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ അതിൻ്റെ വിശദീകരണം വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും സമാനതയുള്ളതാണ്. അതിൻ്റെ വ്യാഖ്യാനം മാത്രമാണ്, നമുക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വ്യാഖ്യാനമാണ് വേദാന്തം കൊണ്ട് വ്യത്യസ്തമാക്കുന്നത്. അല്ലാതെ ഈ അതിൻ്റെ ആ എക്സ്പീരിയൻസസ് പറഞ്ഞാൽ എഴുതി വച്ചിരിക്കുന്ന വായിച്ചാൽ നമുക്കൊരിക്കലും അതൊരു ഫിലോസഫർക്ക് പറഞ്ഞതല്ലെന്ന് തോന്നത്തില്ല. അത്ര സമാനമായ കാര്യങ്ങൾ. ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ഞാൻ അനുഭവിച്ചു പോയ ഒരു കാര്യമാണ് ഇത്. അപ്പം ഈ രണ്ട് വശം, സാമൂഹ്യ മേഖലയിലുള്ള പ്രവർത്തനവും ആന്തരികമായി നമുക്കുണ്ടാകുന്ന സവിശേഷ അനുഭവം എന്ന് പറയുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഫിലോസഫിയൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതും ധ്യാനിക്കുന്നതും കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് വിചാരിക്കുന്നത് മുഴുവനും വളരെ നേരിട്ട് തന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു വലിയ വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം ഉണ്ടായതോടെ ഞാനിത് രണ്ടെണ്ണവും കൂടെ ഒന്നിച്ച് മനസ്സിലാക്കുന്ന കാരണം കൊണ്ട് ഈ ഗുരുകുലത്തിനകത്ത് തുടർന്ന് അതുപോലെ തന്നെ അവിടുത്തെ അത് നടത്തുന്ന ഒരാളായി മാറുക എന്ന് പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു മീനിങ്ലെസ് ആയിട്ടങ്ങ് മാറി. പെട്ടെന്നാണത് സംഭവിക്കുന്ന ആ ഒരു തിരിച്ചറിവ് വന്നവിടെ. ഒരേ സമയത്ത് തന്നെ ഈ പുറത്ത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് സാംസ്കാരിക പ്രവർത്തനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ആ സമയത്താണ് അതിനകത്ത് നടക്കുന്ന ഡിസ്കഷനും ഈ പറഞ്ഞ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സൈക്കോളജിക്കലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസ്കഷൻസ്, ഒപ്പം സോഷ്യലായിട്ട് നടക്കേണ്ട പൊളിറ്റിക്കൽ എക്സസൈസസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന് ഉള്ള എൻ്റെ തിരിച്ചറിവ്. ഇതെല്ലാം കൂടെ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് എന്നെ ഗുരുകുലത്തിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ചത്. അപ്പം ഞാൻ ഗുരുകുലം വിടുകയാണ് എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. ആ ഗുരുകുലം വിടുകയാണെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു 9 വർഷത്തോളം ഞാൻ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പം ഞാൻ വരുമ്പോൾ ഗുരുകുലം വിടുക എന്ന തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർ തന്നിരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ചിങ്ങോലി, കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. കായംകുളം കായലിൻ്റെ തീരത്താണ് ഉണ്ടായിരുന്നത്. ഒരു 2 ഏക്കർ ഭൂമിയാണ്. അതിനകത്തൊരു വീടുമുണ്ട്. അപ്പോൾ അത് ഗുരുകുലത്തിനകത്തേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുന്നത് അന്ന് ഞാൻ തന്നെയാണ് അവിടെ ഇരുന്നിട്ട് അത് സ്വീകരിച്ച് ഗുരുകുലത്തിൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിന് ഇത്രയും വലിയൊരു 2 ഏക്കർ ഭൂമി മാറ്റണമെങ്കിൽ വരുന്ന ഒരു പണം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് ഈ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനുള്ള പണം അപ്പോൾ ഗുരുകുലത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പോരുന്നു എന്ന് പറയുന്നൊരു സങ്കല്പം ഇല്ലാതിരുന്നതുകൊണ്ടും അത് ഗുരുകുലമായി ഡിക്ലെയർ ചെയ്ത് അവിടെ ഇരിക്കുക, അവിടെ സന്യാസികൾ പോയി താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആയാലും ശരി, അത് ലീഗലി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഗുരുകുലം വിട്ടു തിരിച്ചവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ സമയത്ത് നിത്യനേതി എനിക്കൊരു കത്തയച്ച്, നീ ഇങ്ങനെ ഗുരുകുലം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഗുരുകുലത്തിൽ നിലനിർത്തേണ്ട കാര്യമില്ല, നിനക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി. അപ്പം ഞാനത് ഇച്ചിരി വിഷമിച്ചു. കാര്യം നമ്മളത് അങ്ങനെ കൊടുക്കുകയും ഗുരുകുലമായിട്ട് അത് ഡിക്ലെയർ ചെയ്യുകയും അവിടുത്തെ സന്യാസിമാർ അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലത്ത് അത് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു അപമാനം അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മാത്രമല്ല, ഇങ്ങനെ കൊടുത്തത് തിരിച്ചെടുക്കുന്നതാണ് ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു വരി വരുന്ന നാരായണ ഗുരുവിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിത കോട്ട് ചെയ്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാനത് ഗുരുകുലത്തിൽ നിന്ന് പോരുമ്പോഴും ഫിലോസഫിയിലോ അല്ലെന്നുണ്ടെങ്കിൽ
ലോകത്ത് നടക്കുന്ന എക്സർസൈസസ് എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഗുരുകുലത്തിൻ്റെ സ്പിരിറ്റിന് പുറത്തല്ലാത്ത കാരണം കൊണ്ട് അത് കുഴപ്പമില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുന്ന ഒരു സ്ഥലത്താണ്. അത് ഞാനിപ്പോൾ എന്തായാലും ഗുരുകുലത്തിൽ നിന്ന് സാങ്കേതികമായി ഗുരുകുലം വിട്ടു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. വേദാന്തമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല, പകരം ഒന്നും എനിക്കുണ്ടായിട്ടുമില്ല. അപ്പോൾ വേദാന്തത്തിൽ നിന്ന് വേദാന്തത്തിൻ്റെ പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുകുലത്തിനകത്ത് തുടരുന്നില്ല എന്നൊഴിച്ച് ബാക്കിയെല്ലാം ചിന്താധാരയ്ക്കകത്ത് പുതിയതായി യാതൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത്രത്തോളം കൊണ്ട് പിന്നെ അത് മറ്റൊന്നും പറയാതെ അപ്പം ഞാനും യതിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ അയക്കും. എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യം, ഞാൻ അനുഭവിക്കുന്ന കാര്യവും ഞാൻ ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ ഞാൻ എഴുതും. അപ്പോൾ യതിയും മറുപടി എഴുതുമായിരുന്നു. ക്രിട്ടിക്കലായിട്ട് ഗുരുകുലത്തിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്ത് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനോ ഒന്നും അന്ന് എൻ്റെ കയ്യിൽ മറ്റൊരു ടൂളുമില്ല. ഞാനീ വരുന്ന സമയം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക വേദിയുടെ ഒരു ഡിമൈസ് ഉണ്ടാകുന്ന അതിനൊരു തകർച്ച ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് തന്നെ ഒരു തകർച്ച ഉണ്ടാകുന്ന കേരളത്തിൻ്റെ അന്തരീക്ഷമാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്ന, ഞാൻ BA പഠിച്ചിരുന്ന, ഒന്നിച്ച് പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരനാണ് രവി. ആലപ്പുഴയിലെ കളരിക്കൽ രവീന്ദ്രൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അയാൾ ഈ നക്സലൈറ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഗുരുകുലത്തിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ താമസിച്ചിരുന്നതെല്ലാം ഒളിവിൽ താമസിക്കാനാണ് അവിടെ വന്നിരുന്നതെന്നുള്ള കാര്യം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ കാണാൻ വരുന്നതാണെന്നായിരുന്നു. അപ്പോൾ അവിടെ വന്ന് താമസിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തൊരിക്കൽ ഞാൻ അയാളുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ വീട് മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചത്, അപ്പോൾ കയറി എല്ലാ ജനലും കതവും എല്ലാം അടച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് സംശയമായി ആരെങ്കിലും മരിച്ചു പോയാണെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ഈ കഥകളിയൊക്കെ ചെറുതായിട്ട് തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രവിയുടെ അമ്മയും അച്ഛനെയും നല്ല അടുപ്പമാണ്, നല്ല പരിചയമാണ്. ഞാനവിടെ പോയി ഒരു ദിവസമൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് ഞാനിങ്ങനെ, അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ജനലിലെ കഥ പതുക്കെ തുറന്നിട്ട് ആരോ നോക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ രവിയുടെ അമ്മയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, രവിയില്ലേ, അമ്മ എന്താ ഇത് കഥയെല്ലാം അടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, പൊക്കോ ഇവിടെ നിൽക്കല്ലേ, പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുകുലത്തിൽ നിന്ന് വരുന്ന ഒരാളിനെ പോലീസ് എന്തിനാ പിടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞാൽ എന്നെ പോലീസൊന്നും പിടിക്കത്തില്ല, അമ്മ എന്തിനാ പിടിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, അവർ പറഞ്ഞു അങ്ങനെയല്ല, പോലീസ് പിടിക്കും, പിന്നെ പാടായി പോവും. അപ്പം എനിക്ക് ഈ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിനകത്തുള്ള പ്രവർത്തനത്തിനെ പറ്റിയൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. മറുവശത്ത് അടിയന്തരാവസ്ഥയുടെ രൂക്ഷതയെപ്പറ്റി ഗുരുകുലത്തിലിരിക്കുന്നവരാണ് തിരിച്ചറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ രവിയുടെ അച്ഛനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തായിരുന്നു, ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചു പോലീസ്, അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട, പോലീസ് പിടിക്കും. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഗുരുകുലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ആലപ്പുഴ രവിയുടെ വീട്ടിലിറങ്ങി. അപ്പോൾ രവിയുടെ വീട്ടിലിറങ്ങി ഞാൻ എന്നെ പറ്റി ഇങ്ങനെ ഗുരുകുലം വിട്ടു വരികയാണെന്ന് പറഞ്ഞ്. അപ്പോൾ രവി പറഞ്ഞ് ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനം വിട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇത് അപ്പം ഞങ്ങൾ രണ്ടുപേരോട് കുറേ നേരം സംസാരിച്ചപ്പോൾ രവി പറഞ്ഞ് ഈ നക്സലൈറ്റ് പ്രസ്ഥാനം വിട്ട് വേറെ ആളും കൂടി ഇവിടെ അടുത്ത് എൻ്റെ കൂട്ടുകാരനുണ്ട്, നമുക്ക് അയാളെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പാസുരേന്ദ്ര ബാബു എന്ന് പറഞ്ഞ ആളിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹമായിട്ടും കുറച്ച് നേരം സംസാരിച്ചപ്പം കോമൺ ആയിട്ട് നമുക്ക് കേരളത്തിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എൻ്റെ പ്രശ്നത്തിനകത്ത് നമുക്ക് കേരളത്തിനെ നവീകരിക്കേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള നിലവാരത്തിലുള്ള ഡിസ്കഷൻസൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ഞാൻ അവിടെ അവരുമായിട്ട് സംസാരിച്ച് അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. 1-2 ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും ഞാൻ ആ വീട്ടിൽ നിന്ന് ആലപ്പുഴ വന്ന് ഇവരെ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിന്ന് അത് നേരത്തെ ഉണ്ടായിരിക്കുകയും ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ജീവനില്ലാത്ത എന്ന് പറഞ്ഞാൽ നക്സലൈറ്റുകളല്ലാതായി കഴിഞ്ഞിരിക്കുന്നവരായ കൂട്ടുകാരാണ്. നാട്ടുകാരൊക്കെ സംബന്ധിച്ചുള്ള ഒരു നക്സലൈറ്റുകളാണെന്ന് അറിയപ്പെടുന്നതായ വലിയൊരു സംഘത്തിനെ
ഈ ബാബുവിൻ്റെയും രവിയുടെയും പരിചയത്തിൽ ഞാൻ ആലപ്പുഴ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുക, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ, ഇങ്ങനത്തെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യണം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുതിയ അതുവരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന അല്ലാത്തവരായിട്ടുള്ള കുറേ ആളുകളെ പരിചയപ്പെടുകയും അവരുമായിട്ട് അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു ഡിസ്കഷൻ കമ്മിറ്റി, നമ്മളിങ്ങനെ വരാൻ പോകുന്ന സ്ഥലങ്ങൾ, കാലത്ത് എന്തൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കണം, വിളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നരസിംഹപുരം ലോഡ്ജിൽ ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ചു കൂടുന്ന ഒരു വേദി നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കളർകോട് വാസുദേവൻ നായർ എന്ന് പറയുന്ന ആളും, അതുപോലെ തന്നെ പിൽക്കാലത്ത് ദർശനം എന്ന് പറഞ്ഞൊരു മാസിക ഇറക്കിക്കൊണ്ടിരുന്ന പങ്കജാക്ഷക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഈ അയൽക്കൂട്ടം എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ ഉണ്ടാക്കുകയും അത് വിശദീകരിക്കപ്പെടേണ്ടതായ ഒരു മേഖലയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിനകത്ത് ആളുകളെല്ലാം സഹകരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രീയമായ മറ്റ് മേഖലകളൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ സൗഹൃദമായി ജീവിക്കുക എന്ന് പറയുന്ന ആശയമാണ് വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ പല കാര്യങ്ങളൊക്കെ പിന്നെ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഈ തരത്തിലൊരു ആശയം കൊണ്ടുവരും. അപ്പോൾ ആളുകൾ തമ്മിൽ ഒന്നിച്ചു കൂടിയിരുന്ന് സംസാരിച്ചിട്ട് നാട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനത്തെ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഓഫീസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നിടത്ത് ആരുമില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻലൻഡും സാധനങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളവിടെ ഇരുന്ന് കുറിച്ചിട്ട് അവിടെ അതിൻ്റെ എടുത്ത സാധനം എത്രയും എടുത്തു എന്ന് പറഞ്ഞിട്ട് അതവിടെ പണം അവിടെ അതിനകത്ത് ഇട്ട് വയ്ക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റൊക്കെ മുഴുവൻ വെച്ച് അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 3 മാസം 4 മാസം തൊട്ട് ഒരു 6 മാസത്തെ എക്സർസൈസ് കഴിയുമ്പോൾ അദ്ദേഹം ഇത് നടക്കാതായി നശിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാസികയ്ക്കകത്ത് ദർശനം എന്ന് പറയുന്ന മാസികയിൽ ഇത്തവണത്തെയും പരീക്ഷണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എഴുതി സത്യസന്ധമായിട്ട് ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മൾ ഈ അയൽക്കൂട്ടം എന്ന് പിൽക്കാലത്ത് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ രൂപപ്പെട്ടു വന്ന സമയത്ത്, ജനകീയ ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഈ ആശയമൊക്കെ രൂപപ്പെടുത്തുന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആശയങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ പങ്കജാക്ഷക്കുറുപ്പ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ടിരുന്ന് കുറേ സംസാരിച്ച് പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ ഇസ്താഖ് എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു അദ്ദേഹമുണ്ട്. അപ്പം ഞാനും ഈ പങ്കജാക്ഷക്കുറുപ്പും സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഈ സന്യാസത്തിൻ്റെതായിട്ടുള്ള ലോകങ്ങളാണ്. പങ്കജാക്ഷക്കുറുപ്പാണെങ്കിൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. മറ്റവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ഞാനും പങ്കജാക്ഷക്കുറുപ്പും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വീടുകളെല്ലാം കയറി ഓരോ കാര്യങ്ങൾ പറയുന്നതിനൊന്നും ഒരു തടസ്സം അനുഭവിക്കുന്നില്ല. അപ്പോൾ ഇസ്താഖ് അന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്തേക്ക് അവരുടെ ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ അങ്ങ് കടന്നു കയറുന്നത് എങ്ങനെ? അതിന് നിങ്ങൾക്ക് യാതൊരു ജാള്യതയൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് തന്നെ. കാര്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് വഹിക്കുന്ന ആളോട് ചോദിച്ച് പറഞ്ഞങ്ങ് തുടങ്ങുക എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. അയാൾ ചോദിച്ച ചോദ്യത്തിനൊരു സൂക്ഷ്മതയുണ്ട്. ഒന്ന്, അപ്പുറത്തിരിക്കുന്ന ആളിനെ നമ്മൾ കാണാതാണ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമില്ല, നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യുന്നത് എന്നെപ്പറ്റി നിങ്ങളൊന്ന് ഓർത്തോ എന്നുള്ള ധ്വനി വരുന്ന വരിയാണ് ശരിക്കും അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആളുകളുടെ അടുത്ത് അങ്ങനെ അങ്ങ് കയറി പറയാനായിട്ട് തോന്നത്തില്ല, എനിക്കതിനകത്ത് സ്വല്പം ഒരു മടി തോന്നും. അപ്പം ഞാനും പങ്കജാക്ഷക്കുറുപ്പും മാത്രം ഒരു വശത്ത്, ഇപ്പോൾ അതെന്താ ഇത്ര പ്രശ്നം, നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അങ്ങ് സംസാരിച്ചിട്ട് അങ്ങ് തുടങ്ങിയാൽ പോരെ എന്ന് പറയുന്നത്. അപ്പം 2 തരത്തിലെ മനുഷ്യരുണ്ട്. അത് ഒന്നിനകത്ത് ഒരു കൺസേൺ, അപ്പുറത്തിരിക്കുന്നവനെ പറ്റിയുള്ള കൺസേൺ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഒന്നിപ്പിക്കുന്നത്. പക്ഷേ
ജനാധിപത്യപരമായിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വ്യത്യാസം. അപ്പോൾ ചെയ്ത്തുകാരായിരിക്കുന്നവരാണ് എല്ലാവരും, പക്ഷേ ചെയ്യുമ്പോഴും അപ്പുറത്തിരിക്കുന്ന ആളിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ നീഡ് അഡ്രസ്സ് ചെയ്തിട്ടാണോ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഇത് തീരെ നോക്കാതാണ് സാധാരണ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവർ ചെയ്യുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളുകളെ പറ്റി അല്പം പോലും ആലോചിക്കാതെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ഒരു പെറ്റേണലിസ്റ്റിക് എന്ന് നമ്മൾ പറയാവുന്ന അച്ചത്വം ഉള്ള ആളുകളുടെ സാമൂഹ്യ പ്രവർത്തനവും സഖത്വം, അപ്പുറത്തിരിക്കുന്ന ആളിനെ പറ്റി അവർ നമ്മുടെ തുല്യരാണെന്ന് തോന്നുകയും അവരുമായിട്ട് നമുക്ക് കോമറേഡ്ഷിപ്പ് എന്ന് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൺസീവ് ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസസിനകത്തുണ്ടെന്ന് ഞാൻ പറയുകയല്ല ചെയ്യുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കൺസീവ് ചെയ്യുന്ന സമയത്ത് കോമറേഡ്ഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പരിഗണന മറുവശത്തിരിക്കുന്ന ആളിനെ പറ്റി ഉണ്ടാകണം എന്ന് പറയുന്ന ധ്വനിയിലാണ് അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഏരിയയെ പറ്റി അറിയാതെ ആണ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ആദ്യമേ ആലോചിച്ചിട്ട് അങ്ങ് തീരുമാനിച്ചങ്ങ് ചെയ്യുന്നവരുടെ ഒരു വശമാണ്. അപ്പോൾ അത് ഞാനും ഈ പങ്കേഷ കുറിപ്പും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് മനസ്സിലാകുന്നതന്നെയില്ല, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യമല്ലയോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള മൂച്ചാണ്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യണം എന്ന് പറയുന്ന പോയിൻ്റാണ് അദ്ദേഹം ഇസ്താഖ് അത് പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അത് ഞാൻ അന്നത് അങ്ങനെ മനസ്സിലായിട്ടില്ല. പിന്നാണ് അത് ഈ ജനാധിപത്യത്തിൻ്റെ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള വശങ്ങളുണ്ടെന്നും അത് അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കോൺഷ്യസ് ആകേണ്ടതുണ്ടെന്നും ഒക്കെ മനസ്സിലായത്. അപ്പോൾ അന്ന് ആ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് ഭാസ്കരേന്ദ്ര ഞാനും ഈ രവീന്ദ്രനുമായിട്ട് കൊടുങ്ങല്ലൂർ ഒരാളുണ്ട്, അവിടെ പോയി അദ്ദേഹത്തിനെ കാണാം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് TN ജോയിയെ പരിചയപ്പെടുന്നത്. TN ജോയി നക്സലൈറ്റ് പാർട്ടിയെല്ലാം വിട്ട് ഞാൻ നേതൃത്വം കൊടുക്കാൻ യോഗ്യനല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം വളരെ നേതൃത്വത്തിലുള്ള എല്ലാ കാര്യത്തിനും നേതൃത്വം എടുക്കുന്ന ആളാണ്. എനിക്ക് പരിചയമുള്ളപ്പോഴും എൻ്റെ കൂടെ ജീവിച്ചിരുന്ന സമയത്തും പിൽക്കാലത്ത് ധാരാളം കാര്യങ്ങൾ എല്ലാം നേതൃത്വം എടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം സ്വയം നേതൃത്വത്തിനകത്ത് പോകരുത് എന്ന് പറയുന്നത് ഈ അടിയന്തരാവാസ കാലത്ത് വളരെയധികം ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയമായ ഒരു മനുഷ്യനാണ്. രണ്ട് കാലിലും അത് അവർ ഈ 3 പേര്, ഭാസ്കരേന്ദ്ര ബാബു ആയാലും ഈ രവീന്ദ്രനായാലും ജോയി ആയാലും പീഡനം വളരെയധികം അനുഭവിച്ചിട്ടുള്ളവരാണ്. കാലെല്ലാം ഈ പോലീസുകാർ ഉരുട്ടി, കാലിലെല്ലാം മുറിവും ചതവും ഒക്കെ അവരുടെ തുടകളൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും. അവർ 3 പേരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നതും അനുഭവിച്ചിട്ടുള്ളതും കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ജോയിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരാളാണ്. ജോയിയെ പോയി പരിചയപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനകത്തെ ഒരു മാറ്റവും കൂടെയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിൽ നമ്മളിപ്പം നിത്യചൈതന്യതിയേക്കാളും കൂടുതൽ എന്നെ തൊട്ടിട്ടും ജീവിതത്തിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ജോയിയാണ്. അപ്പോൾ അത് പലതരത്തിലാണ്. ഞാനും ജോയിയും കൂടെ പിൽക്കാലത്ത് ഒന്നിച്ചൊത്തിരി നാൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ആദ്യം തന്നെ കാണുന്ന സമയത്ത് ഒരു വലിയ അവിടെ കൊടുങ്ങല്ലൂർ ഒരു മുറിക്കകത്താണ് ഞങ്ങൾ ചെന്ന് കാണുന്നത്. അപ്പോൾ ആ മുറി എന്ന് പറയുന്നത് നിറച്ച് പുസ്തകങ്ങളാണ്. അതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളായിട്ടാണ്. അത് സൂര്യകാന്തി പബ്ലിഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിന് ഇപ്പോൾ ലൈബ്രറിയും പുസ്തകവും വിൽക്കുന്നതും വായിക്കാനുമായിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് വാങ്ങാനും പറ്റുന്ന നിലവാരത്തിലാണ് ജോയി അതവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം പൊടിയൊക്കെ പിടിച്ചും ഒക്കെയാണ് ഇരിക്കുന്നത്. ഒന്നും വൃത്തിയായിട്ടൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഈ മുറിയുടെ ഒരു വശത്ത് ഇതിൻ്റെ പുറകുവശത്ത് ഒരു കട്ടിലിടം. ആ കട്ടിൽ ജോയിക്കല്ലാതെ വേറൊരാൾക്ക് കിടക്കാൻ പറ്റാത്തൊരു കട്ടിൽ. അങ്ങനെയാണ് ആ കട്ടിൽ. നമ്മളങ്ങനെ നോക്കിയാൽ അതിന് കട്ടിലിൻ്റെ ഈ കാലും കൈയും ഒക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ നടുവശം എന്ന് പറയുന്നത് ജോയിക്ക് നല്ല വെയിറ്റുള്ള ഭാരമുള്ള ഒരു
നമ്മൾ കട്ടയാൻ എന്നൊരാളെ പറ്റി പറഞ്ഞാൽ അതുപോലെയാണ് ശരീരം. ഈ ശരീരം ഇങ്ങനെ ഇരിക്കാനും കിടക്കാനും പറ്റുന്ന നിലവാരത്തിലാണ് ഇത് മുഴുവൻ പൊട്ടി ചാക്കുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടും ചിലൊക്കെ കയറിട്ട് മുറുക്കിയും അതിൻ്റെ മുകളിലൊരു അതിനേക്കാളും മോശമായ ഒരു മെത്തയും ഒക്കെ ആയിട്ടുള്ള ഒരു മെത്തയിലാണ്. അത് ജോയിയുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് ആ മെത്ത ഇരിക്കുന്നത്. അപ്പോൾ ജോയി പറഞ്ഞ്, അപ്പോൾ ഞാൻ അവിടെ പോയി ജോയിയെ ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, നന്നായി വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇഷ്ടംപോലെ പുസ്തകം ഇരിപ്പുണ്ട്. പുസ്തകം കണ്ടവിടെ എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായി. ഇപ്പോൾ ഞാൻ പുസ്തകം വായിക്കുന്ന ഒരു ലോകത്തുനിന്ന് വീണ്ടും പുസ്തകം വായിക്കുന്ന ഒരാളെ അങ്ങനെ കാണുന്നിടത്തേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ആ ലൈബ്രറിക്കകത്ത് എനിക്ക് പരിചയമുള്ള കുറച്ച് നോവലുകൾ അവിടെ ഉണ്ട്. ബാക്കി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാത്ത പുസ്തകങ്ങളാണ്. എനിക്ക് വളരെ വളരെ അപരിചിതമായ പുസ്തകങ്ങളാണ് അത് മുഴുവൻ. അതുകൊണ്ട് ഞാൻ പഠിച്ചിരുന്ന ഫിലോസഫിയോ ഞാൻ വായിച്ചിരുന്ന ലിറ്ററേച്ചറോ ഒന്നും തന്നെ അല്ല അത്. അപ്പം ഈ ഫിലോസഫിയുടെ 1-2 പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെയും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഞാൻ ചിന്തിച്ച് വന്നിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളുമല്ല. ബാക്കിയുള്ളത് മുഴുവൻ രാഷ്ട്രീയമായിട്ടുള്ള മേഖലയിലുള്ള പുസ്തകങ്ങളാണ്. പ്രത്യേകിച്ചും ഇടത് പുതിയ പുത്തൻ മാർക്സിസം എന്ന് നമുക്ക് പറയാം, ന്യൂ ലെഫ്റ്റ് എന്ന് പറയാവുന്ന മേഖലയിലുള്ള പുസ്തകങ്ങളാണ് ആയിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആ പുസ്തകങ്ങൾ മുഴുവൻ ഞാനിങ്ങനെ കണ്ട് കൗതുകത്തോടെ പുസ്തകത്തിനെ പറ്റി സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുസ്തകത്തിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ട്. തിരിച്ചു പോകുന്ന വീണ്ടും ഈ ഇവിടുത്തെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒപ്പീനിയൻ മേക്കിംഗ് എന്ന് പറയും, മനുഷ്യരുടെ സ്വാധീനിക്കണമെങ്കിൽ അവരുടെ അഭിപ്രായ രൂപീകരണം നടത്തണം, എങ്കിലേ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ അഭിപ്രായ രൂപീകരണം നടത്തുന്നത് പത്രങ്ങളാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു പത്രം തുടങ്ങിയാൽ കൊള്ളാം, നമുക്കൊരു പത്രം തുടങ്ങാം എന്ന് തീരുമാനിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ ഈ 2 ഏക്കർ ഭൂമി നിൽക്കുന്നതുകൊണ്ട് അതങ്ങ് കൊടുത്ത് അത് ബാങ്കിൽ കൊടുത്ത് പണയം വെച്ച് ബാക്കി പൈസ അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കണക്കൊക്കെ കൂട്ടി നമ്മൾ അപ്പോൾ ഏതാണ്ട് ഒരു 10-12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഒരു 12 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ പത്രം, ചെറിയ പത്രമൊന്നും ആലോചിക്കുന്നില്ല, വലിയ പത്രം വേണം. കേരളത്തിൻ്റെ ബോധരൂപീകരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പത്രം വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പത്രം ആരംഭിക്കുക എന്നൊക്കെ പറയുന്നുള്ള ചർച്ചയിലൊക്കെ ചെന്ന് വിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഭൂമി വയ്ക്കാം. അപ്പോൾ വേറെ എല്ലാവരും ആർക്കും പണമുള്ളവരോ ഒന്നും അല്ല, എല്ലാവർക്കും കഷ്ടിച്ച് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. എന്നാലും അവരുടെ വീട്ടിൽ അവരുടെ പേരിലൊക്കെ ഉള്ള സ്വത്ത് ഇങ്ങനെ ഞാൻ വെക്കുന്ന പോലെ വെക്കാനായിട്ടുള്ളൊരു സ്പിരിറ്റിൽ അല്ല അവരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് മാത്രം എന്തോ തകരാറുള്ളത് കൊണ്ടാണെന്ന് അവർക്കിത് വിചാരിക്കാവുന്ന നിലവാരത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ ആലോചിക്കാനായിട്ട് വീണ്ടും ജോയിയെ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജോയി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ജോയി എടുത്ത് വരുമ്പോഴത്തേനും ജോയിക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പം പത്രം നടത്താൻ, അപ്പോൾ പത്രത്തിന് നമുക്ക് സാധാരണ പേരൊന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതരത്തിലെ കൗമുദി പത്രമൊക്കെ ഉണ്ട്, അതുപോലെയൊക്കെയുള്ള. അപ്പോൾ നമുക്ക് പല ഈ രാഷ്ട്രീയമായ പേരുകൾ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടാൽ പിന്നെ ആരും പത്രം മേടിക്കത്തില്ല. മലയാള മനോരമ, കേരള കൗമുദി, ചന്ദ്രിക, ഇങ്ങനെയൊക്കെ നാട്ടിൽ ഇങ്ങനെ വെറും സാധാരണ ആളുകൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള പേരുകളൊക്കെ വേണം. അല്ലാതെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പേരിട്ട് വരുമ്പോഴത്തേന് ഒരു യുക്തിയില്ലാത്ത പേരുകളൊക്കെ ഉണ്ടായി പോവും. അത് കാരണം കൊണ്ട് അങ്ങനത്തെ പേരുകളൊന്നും വേണ്ട എന്നൊക്കെ അവർ. അപ്പം ചർച്ച മുഴുവനും അത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം ഒന്നും പഠിച്ചിട്ടുമില്ല ഞാൻ. അപ്പോൾ എനിക്കത് അറിഞ്ഞും കൂടാ. അതിൻ്റെ യാതൊരു തരത്തിലെ സിദ്ധാന്തപരമായിട്ടുള്ള ചർച്ചകളിലൊന്നും ഞാൻ എത്തിയിട്ടുമില്ല. പക്ഷേ പത്രം വേണമെന്നും ഇതൊക്കെ ഉണ്ടാക്കണമെന്നും. അപ്പോൾ അങ്ങനെ കുറേ ചർച്ചയൊക്കെ ചെയ്ത് അപ്പോൾ ജോയി പറഞ്ഞ് എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടുകാർ എനിക്ക് തന്ന പൈസ എല്ലാം ഞാൻ ഈ ലൈബ്രറി ആക്കിപ്പോയി, ഇനി ഇവിടെ പൈസ ഒന്നുമില്ല, നമുക്ക് വേറെ വല്ല പണക്കാരെയൊക്കെ കണ്ടുപിടിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ജോയിക്ക് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു ബന്ധം കൊണ്ട് ജോയിയും കൂടെ പറഞ്ഞ് നമുക്ക് ആലപ്പുഴ അങ്ങനെ ജോയിയും ഒരുങ്ങി ഞങ്ങളുടെ കൂടെ ആലപ്പുഴ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്ന തരത്തിൽ വരാൻ തുടങ്ങി. 1-2 തവണ വന്നു കഴിഞ്ഞതിന് ശേഷം ജോയി എൻ്റെ കൂടെ യാത്ര ചെയ്ത്
ഞാൻ താമസിക്കുന്ന ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വന്ന്. അപ്പോൾ അവിടെ വന്ന് താമസിച്ചു. അപ്പോൾ ജോയി അതുവരെ പറഞ്ഞ് ഞാൻ സുകുമാർ അഴീക്കോടിനെ പോലെയാണ്, വീടുകളിലൊന്നും താമസിക്കത്തില്ല, താമസിക്കുകയാണെങ്കിൽ ഹോട്ടലുകളെ താമസിക്കത്തുള്ളൂ, വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാൻ ബാധ്യത വരുവാണ്, ഞാൻ താമസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ അങ്ങനത്തെ സിദ്ധാന്തമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളല്ലോ അവിടെ. അപ്പോൾ എൻ്റെ കൂടെ ഗുരുകുലത്തിൻ്റെ അവശിഷ്ടം എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിൽ കുറച്ച് ആൾക്കാർ അവിടുന്ന് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. കുറച്ച് കുട്ടികളെ പോലുള്ള ആൾക്കാരാണ്, അവരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ജോയി അവിടെ വന്ന് ഇവിടെ കയറി ഇരുന്ന് തിന്നാനൊക്കെ തരും. പുറത്ത് ഞാനൊരു മേശ ഇട്ട് തരാം, അവിടെ ഇരുത്തി അങ്ങനെ അച്ഛനെ പുറത്ത് മേശ പുറത്തിട്ട് അവിടെ ഇരുന്ന് തിന്നാൻ അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ഷോക്ക്ഡായിപ്പോയി, അച്ഛനും ഷോക്ക് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ ഞാൻ ഈ ഗുരുകുലത്തിൽ നിന്ന് വരുമ്പോൾ സെൻ ബുദ്ധിസമൊക്കെ പഠിച്ച് അതിൻ്റെ ഒരു സ്പിരിറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നിട്ടിരുന്ന ഒരു പൈപ്പിനകത്ത് ഇച്ചിരി വെള്ളം വരും എന്നുള്ളതല്ല, അതും എല്ലാ സമയത്തും വരുന്ന ഒരു പൈപ്പൊന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുടിവെള്ളം മാത്രമുള്ള ഒരു സ്ഥലം മാത്രമേ. അമ്മയുടെ അച്ഛൻ്റെയും അടുത്തുനിന്ന് ഞാൻ വിട്ടുപോയതിന് ശേഷം ഇവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ മകനായിട്ട് തിരിച്ച് ഞാൻ വന്ന് അതിനകത്ത് താമസിക്കുന്നില്ല.